നിങ്ങൾക്കെല്ലാവർക്കും അറിയാവില്ലെന്ന് അറിഞ്ഞുകൊള്ളാം. ഞങ്ങളെ ജ്ഞാനായക്കാർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗണമുണ്ട്. ഇതിൽ തന്നെ കത്തോലിക്കരും ഉണ്ട്, സുറിയാനിക്കാരും ഉണ്ട്. ഞങ്ങളുടെ ആസ്ഥാനമാണ് ഇവിടെ DCM കോളേജിൻ്റെ എതിർവശത്തുള്ള ബിഷപ്പ് ഹൗസ്. ഞങ്ങളുടെ ഈ രൂപത, ഞങ്ങൾ ജ്ഞാനായക്കാർ AD 345 കേരളത്തിൽ കുടിയേറിയവരാണ് ഇസ്രായേലിൽ നിന്നും. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ലീഡ് ചെയ്തത് ജ്ഞായിത്തോമായുടെ നേതൃത്വത്തിലാണ്. ജ്ഞായിത്തോമായുടെ കൂടെ ഒരു ഔസപിതാവും പിന്നെ 72 ഇല്ലങ്ങളിൽ നിന്നായിട്ട് മൊത്തത്തിൽ 400 ആൾക്കാരാണ് എത്തിച്ചേർന്നത്. ഇതാണ് ഞങ്ങളുടെ 740 കൊടുങ്ങല്ലൂരിൽ കുടിയേറി. അവിടെ ഞങ്ങൾ പെരുമാൾ രാജാവിൽ നിന്നും ഒത്തിരി ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളും കരം ഒഴിവായി വസ്തുവും പ്രത്യേക ഏറിയ തിരിച്ചങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുകയും അവിടെ ഞങ്ങൾ ബാക്കി അന്ന് നിലവിലുണ്ടായിരുന്ന ബാക്കി ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നായിട്ടാണ് ജീവിച്ചു പോകുന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വേറിട്ട ആചാരങ്ങളും രീതികളും സ്വവംശ വിവാഹ നിഷ്ഠയും നടത്തി ഞങ്ങൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് തന്നെയാണ് പോകുന്നിരുന്നത്. പിന്നെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇങ്ങനെ മധ്യ തിരുവിതാംകൂറിലേക്കും മഴവിലേക്കും എല്ലാം കുടിയേറിയവരാണ്. ഞങ്ങൾക്കായിട്ട് 10ാം പിയൂസ് മാർപ്പാപ്പ 1911 കോട്ടയം വികാരിയത്തെ സ്ഥാപിച്ചു തന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന 3 മെത്രാന്മാരുടെയും കൂടെ സമ്മതത്തോടു കൂടി സീറോ മലബാറിൽ അന്ന് 3 ഉണ്ടായിരുന്നുള്ളൂ. ആ 3 എവിടെയെല്ലാം തെക്കുഭാഗത്ത് ജനത്തിൽപ്പെട്ട ആൾക്കാർ, ജ്ഞാനായക്കാർ, ഞങ്ങളെ തന്നെയാണ് തെക്കുഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് കേട്ടോ. ഞങ്ങളെ ഉൾപ്പെടുത്തി, അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയം രൂപത സ്ഥാപിച്ചതും അതിന് ആദ്യത്തെ മെത്രാനായിട്ട് മത്തായി മെത്രാനെ അവരൊതുക്കുകയും ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് ചൂളപ്പറമ്പിൽ പിതാവ് വന്നു, തറയിൽ പിതാവ് വന്നു, അത് കഴിഞ്ഞിട്ട് കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് വന്നു. അതിനെ തുടർന്ന് വന്നാണ് ഇപ്പോഴത്തെ മെത്രാനിരിക്കുന്ന മാത്യു മൂലക്കാട്ട്. അദ്ദേഹം 2006 മുതൽ ഞങ്ങളുടെ മെത്രാപ്പൊലീത്തയായിട്ട് സ്ഥാനം ഏറ്റെടുത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത എല്ലാം അതുപോലെ ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലീത്തയാണ്, ഞങ്ങളുടെ രൂപതയിൽ നിന്ന് പോലും ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലീത്തയാണ് ഞങ്ങൾക്ക് മെത്രാനാക്കി അനുവദിച്ചു കിട്ടിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കോട്ടയം രൂപത വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസം സ്വീകരിച്ച് വല്ലംപ്രോസിൻ സഭയിലേക്ക് പോയ വ്യക്തിയാണ്. അവിടെ നിന്നാണ് പുള്ളി വീണ്ടും തിരിച്ച് മെത്രാനായിട്ട് അവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. ഒരു ജ്ഞാനക്കാരനാണല്ലോ, മാർക്കറ്റും എതിർ ഉണ്ടാകത്തില്ല എന്ന് എഴുതിയിരുന്നു. പക്ഷെ ഗ്രാജുവലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സമുദായത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം ഞങ്ങൾ ഈ 2018 ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പല നിവേദനങ്ങളും പല മീറ്റിങ്ങുകളും എല്ലാം അദ്ദേഹവുമായിട്ട് നടത്തിയെങ്കിലും നാളിതുവരെ യാതൊരുവിധ അനുഭാവപൂർണമായ പ്രവൃത്തിയും മെത്രാപ്പൊലീത്തയിൽ നിന്നും ഉണ്ടായിട്ടില്ല. മെത്രാപ്പൊലീത്ത കോട്ടയം അരമനയിൽ വാഴുന്ന അല്ലെങ്കിൽ രൂപതയുടെ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും അടക്കി വാണിക്കുകയാണ്. അവരെല്ലാം ചൊൽപ്പടിയിൽ ഒതുക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും കൊണ്ടാണ് അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ പോയിന്റ്സിലെല്ലാം ഉള്ള അച്ഛന്മാരും ആൾക്കാരെല്ലാം മാറ്റം പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം രൂപതയ്ക്കെതിരായി പല പ്രശ്നങ്ങളും ഉണ്ടായി, നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന വിധത്തിലുണ്ടായി. അതിനെല്ലാം സമുദായത്തിന് അനുഭവം അല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ നിയമാവലികൾ മാറ്റി എഴുതി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. സീറോ മലബാറിൽ ഞങ്ങളെ ലയിപ്പിക്കാനുള്ള പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഞങ്ങളും പല കേസുകളും അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുഭാവപൂർണമായ നടപടികളും ഉണ്ടാകാത്തത് കൊണ്ട് സമുദായം നശിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ അടിസ്ഥാനശീലയെല്ലാം അദ്ദേഹം പാകി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കുറച്ചും കൂടെ ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ അരമനയുടെ ഉള്ളിൽ തന്നെയായിരുന്നു, ഞങ്ങളുടെ കോമ്പൗണ്ടിന് ഉള്ളിലായിരുന്നു ഞങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 11-ാം തീയതി റാലി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. അത് നിർഭാഗ്യവശാൽ സ്വാധീനത്തിൽപ്പെട്ട് നടത്താൻ പറ്റാതെ പോയി.
കാരണം പോലീസ് അധികാരികളിൽ നിരോധിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നുപോയി. ഇപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങളൊരു കൺവെൻഷൻ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ഈ 1-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ച 1:30 PM നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിവരം എല്ലാവരെയും ഒന്നും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തുടർന്നുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട്. ഈ കോട്ടയം അതിരൂപത എന്ന് പറഞ്ഞാൽ തെക്കുംഭാഗ ജനത്തിന് വേണ്ടിയാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് പറയുണ്ടായി. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഒരു പ്രത്യേക രൂപതയായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. അപ്പം ആ സമൂഹത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ സമുദായം വിട്ട് വിവാഹം കഴിക്കുന്നവരെ ഇവിടെ നിന്ന് അപേക്ഷ തന്നവരെ അടുത്ത പള്ളിയിലേക്ക് ചേർത്ത് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പിതാവിന്റെ നിലപാട് അങ്ങനെ പോകുന്നവരെയും കൂടെ ഒരു സമുദായത്തിൽ അംഗമായിട്ട് നിലനിർത്തുക, അത് സംഭവിക്കാൻ പോകുന്നത് ഗ്രാജുവലായിട്ട് ഈ സമുദായം ഇല്ലാതായി പോകും എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും അവരുടെ പാരമ്പര്യ സംരക്ഷണം നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കെ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ആയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യക്ക് വെളിയിലുള്ള സീറോ മലബാർ ഞങ്ങൾ 1970 തന്നെ ഞങ്ങൾ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ 60 രാജ്യങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും ഞങ്ങളുടെ പള്ളികൾക്ക് കോട്ടയം മെത്രാന്റെ കോട്ടയത്തെ പോലെയുള്ള പള്ളികൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അവിടെയുള്ള സീറോ മലബാർ ഇടവകളിൽ അംഗങ്ങളാക്കി തുടരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിദേശത്ത് പോണവര് 3 മാസം കഴിഞ്ഞാൽ ഈ രൂപതയിൽ അംഗമല്ല എന്നുള്ള നിയമങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഈ സമുദായം ഭാവിയിൽ നിലനിൽക്കുകയില്ല എന്നുള്ള ആശങ്ക ഞങ്ങളിലുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഞങ്ങൾ റാലി സംഘടിപ്പിച്ചിട്ട് പോലും ആ കേക്ക റോഡിലൂടെ നടക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല. അതുപോലെയുള്ള നിലപാടാണ് ഞങ്ങൾ മെത്രാൻ സ്വീകരിച്ചിരിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി നടപടികൾ ഉണ്ടായിരുന്നല്ലേ? ഏതുമായിട്ട്? ഈ പുറത്ത് സഭ സ്ഥാപിക്കുന്നില്ല, രൂപത സ്ഥാപിക്കുന്നില്ല. അതിനെക്കുറിച്ച് കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതിതാണ് ഉത്തരവ്. വിദേശത്തു നിന്നുള്ള ജ്ഞാനായ സംഘടനകൾ എല്ലാവരും കൂടി കൊടുത്ത ഒരു കേസാണ്. ആ കേസ് മാതൃ ഇടവകാംഗത്തെ സംബന്ധിച്ചാണ്. മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞു. അതുകൊണ്ട് മെത്രാന് ലോകത്ത് എവിടെയെങ്കിലും ജ്ഞാനാക്കാരുടെ സാന്നിധ്യമുണ്ട്, ആ പള്ളികളെല്ലാം ഇവിടെ അധികാരം ഉണ്ടെന്നുള്ളതാണ് കോടതി ചെയ്ത് വന്നിരിക്കുന്നത്. കേസുകൾ പല രീതിയിലുണ്ട്. സഭാത്മകമായിട്ടുള്ള കേസുകളുണ്ട്, അല്ലാതെ ഉള്ളതുണ്ട്. സഭയുടെ കീഴിലുള്ള കേസുകളിൽ നിന്ന് സഭയുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെയാണ്. കോട്ടയം അതിരൂപത എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയോട് ഒത്തു പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിൻ്റെതായ പ്രത്യേകതയുള്ള ഒരു രൂപതയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 17 നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാരണവന്മാർ എങ്ങനെയാണോ ഈ ഒരു സമുദായത്തെ കാത്തുപരിപാലിച്ചുകൊണ്ട് പോകുന്നത്, നമുക്കറിയാം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ പാർസി സമുദായം, അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെയാണ് ജ്ഞാനായ സമുദായം AD 345 തൊട്ട് ഈ 2024 വരെ ഒരേ പാരമ്പര്യവും ഒരേ അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സാമൂഹിക വിവേചനം മറ്റൊരു തരത്തിലും ചെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനം നടത്തുകയോ മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ സാമൂഹികമായിട്ട് എല്ലാവിധ നീതികൾക്കും ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും ഭാരതത്തിലെ എല്ലാ മതങ്ങളോടും വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെ നിലകൊള്ളുന്ന ഒരു സമുദായം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഇമ്പോർട്ടൻ്റ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ സഭയുടെ തലപ്പത്ത് നിന്ന് അവർ ചിന്തിക്കുമ്പോൾ, അവർ സഭയുടെ വളർച്ചയെ മാത്രം ചിന്തിക്കുമ്പോൾ സമുദായം അവർ നഷ്ടപ്പെടുന്നു. അപ്പോൾ സമുദായ സ്നേഹികൾ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന്റെ പേരിൽ മാത്രം ലോകത്തിലെ വലിയൊരു അത്ഭുതമായിട്ട് ഈ 17 നൂറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്ന ഈ സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ളതാണെങ്കിലും നൈയായികമായിട്ടുള്ളതാണെങ്കിലും കേസുകളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരു സംഘടനയാണ് 2018 ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി എന്ന നിലയിൽ രൂപീകൃതമായത്. ഇതിനുശേഷം പല ചർച്ചകളും പല പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. ഞങ്ങളുടെ നേതൃത്വത്തിൽ പല കേസുകൾ, സിവിൽ കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിധികളും കോടതിയും വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ശാശ്വതമായ ഒരു നിലനിൽപ്പും സമാധാനവും നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി ഈ ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനും സമുദായ അംഗങ്ങൾക്കിടയിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി ഞങ്ങൾ കോട്ടയത്ത് ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു.
കോട്ടയം അതിരൂപതയുടെ നിലനിൽപ്പിന് വേണ്ടി സമുദായത്തിന്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള സംരക്ഷണം കൂടി ആവശ്യപ്പെട്ടുള്ള റാലിയായിരുന്നു. നിർഭാഗ്യവശാല് ഗവൺമെന്റ് തലത്തിൽ സഭയുടെ ഉന്നത അധികാരികളൊക്കെ ഇടപെട്ടുകൊണ്ട് കുറെ കള്ളക്കേസുകളൊക്കെ എടുത്ത് അതിന് നീതി നിഷേധിച്ചു. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാനുള്ള പ്രതികരണശേഷി പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമുദായം എന്ന നിലയിൽ വളരാനും സ്വന്തമായ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നതും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും. അതായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് നിലനിൽപ്പിന് വേണ്ടിയാണ്. ജ്ഞാനായ സമുദായങ്ങളായിട്ട് ഞങ്ങൾ ജനിച്ചു, ഇനി ജീവിക്കുന്നതും അങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ തലമുറയ്ക്കും അങ്ങനെ പകർന്നു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പലർക്കും അറിയാൻ തന്നെയാണ് ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ ആരെയും ശല്യപ്പെടുത്താതെ എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടും എല്ലാവരുടെയും സമൂഹത്തിൽ ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവരെ കുറിച്ച് അറിയാവുന്നവർ നല്ല അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇദ്ദേഹം നമ്മുടെ പുതിയ മെത്രാൻ വന്നതിന് ശേഷം ഈ സമുദായത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ സീറോ മലബാർ സഭ ആവശ്യപ്പെടാതെ പോലും ചില നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. അതാണ് മുമ്പേ പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് താമസിക്കുന്നതിന് 3 മാസം കഴിഞ്ഞാൽ ഈ ഇടവക്കാരനല്ല, ഈ രൂപതക്കാരനല്ല എന്നുള്ള നിയമങ്ങൾ. ഇതൊക്കെ വളരെ പ്രതിഷേധാർഹമാണ്. അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല ഒരു കാര്യങ്ങളും. ഒരു പക്ഷേ 5-6 പേര് കൂടി ചെന്നാൽ ഒരാളെ മാത്രം അദ്ദേഹം കാണാൻ തയ്യാറാകുള്ളൂ. ഇങ്ങനെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പരിഹരിക്കാൻ നോക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പൊതുജനം അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ സംഘടന വിളിക്കാനായിട്ട് ഇടയാക്കിയത്. കോടതിയിൽ നിരവധി കേസുകളുണ്ടെങ്കിലും ഈ കൂട്ടായ്മയുടെ നാട്ടിലൊരു കേസ് പരിഹരിക്കുന്നത് ഒരുപാട് കേസുകളുണ്ട്. അതായത് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കോട്ടയത്ത് കടുത്തുരുത്തി വലിയപള്ളി എന്ന് പറയുന്നത് തലപ്പള്ളിയാണ്. ഞങ്ങളിവിടെ കോട്ടയത്തേക്ക് കുടിയേറിയതിനു ശേഷം ഞങ്ങൾ തുടക്കം കുടിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. മറ്റ് ഈ കേരളത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയതും ലോകത്തിലേക്ക് മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തലപ്പള്ളിയെ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഉയർത്തിക്കൊണ്ട് സീറോ മലബാറിലെ മേജർ ആർക്ക് ബിഷപ്പിന്റെ കീഴിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു പ്രമേയം പാസ്സാക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭാഗ്യവശാല് കോടതിയിൽ നിന്ന് അതിന് സ്റ്റേ ലഭിച്ചു. 3 വർഷക്കാലത്തേക്ക് സ്റ്റേ നിന്നു. അതിനുശേഷം പല ചർച്ചകളും പല വിട്ടുവീഴ്ച ശ്രമങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിനൊന്നും ഈ സംഘടന തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സീറോ മലബാർ തന്നെ അതിൽ നിന്നും പുറകോട്ട് പോയി. അതുപോലെ തന്നെ ഈ സമുദായത്തിന് വിരുദ്ധമായ നടപടികൾക്കെതിരെ സമുദായ അംഗങ്ങൾ തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സമുദായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4-5 കേസുകൾ നിലവിൽ കോടതി നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം സമുദായ നിലനിൽപ്പിന് വേണ്ടിയാണ്, വ്യക്തിപരമായ ആർക്കും എതിരൊന്നുമല്ല. എന്നാൽ സഭയുടെ പേര് പറഞ്ഞുകൊണ്ട് മെത്രാൻ സമുദായത്തിനെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിയമപരമായ സംരക്ഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കിടയിൽ തന്നെയാണെങ്കിലും ഞങ്ങളുടെ സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുടരുന്ന ആചാരങ്ങളെക്കുറിച്ചൊക്കെ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സാമൂഹികമായിട്ട് ജീവിക്കുന്ന സാമുദായികമായിട്ട് ജീവിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള മതസ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ കാംക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാളെയും മറ്റുള്ള രീതിയിൽ മാറ്റി നിർത്താതെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ സാമുദായികമായിട്ട് ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്താലാണ് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേസുകളൊക്കെ സജീവമായിട്ട് ഉണ്ട്. ഗവൺമെന്റിൽ നിന്നും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും കോടതികളിൽ നിന്നും അനുകൂലമായ വിധികളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും സഭയുടെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തെ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഇനി സാധിക്കത്തില്ല. ഭാവിയിൽ ഞങ്ങളെപ്പോഴും പറയും, സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം ജ്ഞാനായ സമുദായം അതിൻ്റെ ശോഭയോടുകൂടി നിലനിൽക്കും. അതിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ ഞങ്ങളുടെ കാരണവന്മാർ നൽകിയ രീതിയിൽ തന്നെ ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളത് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് കൊടുക്കുകയും ചെയ്യും. കേസിലെ മുനിസിപ്പൽ കോടതിയിലെ പ്രത്യേകിച്ച് ഒരു വാദം നടന്നത് 1915 10-ാം ബിഷപ്പ് ബാബ പുറത്തിറക്കിയ ബൂളായാണ്. ആ ബൂളായിൽ പറഞ്ഞിരിക്കുന്നത് ഈ തെക്കുംഭാഗ ജനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന രൂപതയിൽ നിന്ന് വ്യത്യസ്തമായ ആരെങ്കിലും എന്ത് തീരുമാനം എടുത്താലും അതിൽ തന്നെ അസാധുവായിരിക്കുന്നുള്ളതാണ്. മുനിസിപ്പൽ കോടതിയിലെ ആ ബൂള തന്നെ മുഖ്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഒരു വിധി സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു ലഘു ചരിത്രവും ആ ബൂളായും കൂടെ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് ഞങ്ങൾ അടുത്തയാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ അതിനകത്ത് പരാമർശിച്ചിട്ടുമുണ്ട്. കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, യുകെയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ സഭാ സംവിധാനം
അല്ല, അവിടങ്ങളിലുള്ള സീറോ മലബാർ സംവിധാനത്തിലേക്ക് ഞങ്ങൾ ചേർന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ വിഭാഗക്കാരും അവിടെയുണ്ട്. ഞങ്ങളാണ് അമേരിക്കയിലെ ഞങ്ങൾ 17 പള്ളികളോളം സ്ഥാപിച്ചിട്ട് ഞങ്ങൾ ജ്ഞാനക്കാർ തന്നെ പൈസ കൊടുത്ത് മേടിച്ച സ്ഥാപിച്ച പള്ളികളെല്ലാം സീറോ മലബാർ പിന്നീട് അധികാരത്തിലെത്തിയ സീറോ മലബാറിനാൽ സാവകാശമാണ് അവിടെ അധികാരത്തിലെത്തുന്നത്. ആ പള്ളികളെല്ലാം സീറോ മലബാറിൻ്റെതായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളുടെ പള്ളികളല്ല. ഇത് ആസ്ട്രേലിയയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെ കനത്ത് വരാനായിട്ടുള്ളത്. കാരണം അവിടങ്ങളെല്ലാം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. അല്ല, ഇവിടുന്ന് ബിഷപ്പല്ലേ അതിനെ വൈദികരെ നിയോഗിക്കേണ്ടത്, സമുദായമല്ലേ നിയോഗിക്കേണ്ടത്? അതായത് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോട്ടയം രൂപതാധ്യക്ഷന് ജ്ഞാനാക്കാരുടെ മേൽ അജപാലന അധികാരം കിട്ടുന്ന ബൂളയാണ് 911 കിട്ടിയിരിക്കുന്നത്. അത് മാർപ്പാപ്പയുടെ തെറ്റാവരം നമുക്കറിയാലോ. സഭയുടെ സംവിധാനം അനുസരിച്ച് മാർപ്പാപ്പമാർക്ക് തെറ്റാവരമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ പിന്നീട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ആ രീതിയിലാണ്. അപ്പോൾ അതുപോലെ വളരെ കാലത്തെ പഠനങ്ങൾക്കും ഇത് ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് കോട്ടയം രൂപത സ്ഥാപിച്ചത്. എന്നാൽ ഭാഗ്യവശാല് കോട്ടയം രൂപതാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുടിയേറ്റ പാരമ്പര്യമുള്ളവരാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം 60-63 രാജ്യങ്ങളിൽ തന്നെ ജ്ഞാനായ സമുദായങ്ങളുണ്ട്. കോട്ടയത്ത് നിന്ന് ഒത്തിരി പേരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം കാനഡയിലായാലും അമേരിക്കയിലായാലും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയായാലും ജ്ഞാനായക്കാർ എവിടെയുണ്ടോ അവിടെയെല്ലാം മേലെ കോട്ടയം രൂപതാധ്യക്ഷന് അജപാലനാധികാരം കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ മെത്രാൻ പറയുന്നത് ഇപ്പോൾ സീറോ മലബാറിന്റെ കീഴിൽ നിന്നുകൊണ്ട് സൗഹാർദ്ദമായിട്ട് വളരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രവും ഞങ്ങളുടെ പാരമ്പര്യവും എല്ലാം നഷ്ടപ്പെടും, ഞങ്ങളുടെ കസ്റ്റംസിനെല്ലാം എതിരായും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘടന ശക്തമായിട്ട് വിദേശത്തുള്ള ജ്ഞാനായക്കാർക്കും കോട്ടയം രൂപതാധ്യക്ഷന്റെ കീഴിൽ തന്നെ അജപാലന അധികാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1911 കോട്ടയം വികാരിയത്ത് സ്ഥാപിക്കുമ്പം അന്ന് നിലവിലുണ്ടായിരുന്ന 3 വികാരിയത്തിൽ നിന്ന് ഉണ്ടായിരുന്ന തെക്കുംഭാഗ ജനത്തിനെ ജ്ഞാനക്കാരെ മുഴുവൻ അടർത്തിയെടുത്തോണ്ടാണ് ഈ കോട്ടയം വികാരിയത്ത് ഉണ്ടാക്കിയത്. ആ മുളായി പറഞ്ഞിട്ടുണ്ട് തെക്കും ഭാഗത്തുകാർക്ക് വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതിനകത്തൊരു ഫർദർ ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ സീറോ മലബാർ വളരുന്നതിനനുസരിച്ച് ഇതും വളർന്നുകൊണ്ടിരിക്കുന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡാണ്, അത് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 1955 അധികാരപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് ബൂള ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ഇപ്പോഴത്തെ മെത്രാൻ വന്നപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഇതൊന്നും പുള്ളിക്ക് ബാധകമല്ല, സീറോ മലബാർ എഴുതി തന്നാൽ മാത്രമേ നമ്മുടെ അധികാരം വർദ്ധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ അത് അണ്ടർസ്റ്റുഡാണ്. 2003 ഇവിടുന്ന് ഒരു പരാതി പോയി, ഞങ്ങളുടെ ഈ സ്റ്റാറ്റസ് കോ എടുത്ത് കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. റോമിന് കൊടുത്തു, സീറോ മലബാർ സിനിമന് കൊടുത്തു. അതിന് ജോൺ പോൾ മാർപ്പാപ്പ തിരിച്ചു മറുപടി തന്നു, ഇവിടുത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നും കോട്ടയം രൂപതയുടെ അധികാരപരിധി വർദ്ധിപ്പിക്കാൻ സീറോ മലബാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞാൽ തിരിച്ച് ലെറ്റർ കൊടുത്തത്. ഇതൊന്നും അങ്ങനെ ബഹുമാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഞാൻ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ സീറോ മലബാറിന്റെ പള്ളി മലബാർക്ക് ഇല്ലാഞ്ഞ സമയത്താണ് ചൂളപ്പറമ്പ് പിതാവിന്റെ കാലത്ത് മലബാർ കുടിയേറ്റം നടന്നതും അവിടെ പോയി ആൾക്കാരെ ഇവിടുന്ന് ആൾക്കാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചതുമല്ല. അവിടെ അധികാരം അങ്ങനെ നേരിട്ട് പള്ളി സ്ഥാപിച്ചു, ഇതെല്ലാം ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഹൈറേഞ്ചിലും പോയത്. ഇപ്പം ബാംഗ്ലൂർ സ്വർഗറാണി പള്ളിയെ കൊണ്ട് അതുമൊക്കെ അങ്ങോട്ട് നേരെ കയറി വെച്ചതാണ്. കാരണം അന്നത്തെ മെത്രാപ്പൊലിത്ത ധൈര്യപൂർവ്വം ഈ ബൂളയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ മട്ടിൽ കയറി ചെയ്തു. ഇപ്പോഴത്തെ മെത്രാൻ സാലറി നിൽക്കുകയാണ്, അവരെ എഴുതി തന്നാലേ ഞാൻ പോകുന്നു പറഞ്ഞ് നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വൈരുദ്ധ്യം. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ മെത്രാപ്പൊലിത്ത നൂൽക്കാട്ട് മെത്രാപ്പൊലിത്ത ആകുന്നതിന് മുമ്പ് അമേരിക്കയിലെ പള്ളികൾ സ്ഥാപിച്ചു, മിഷൻ പള്ളിയായിട്ട് ലത്തീൻ രൂപതയുടെ സപ്പോർട്ടിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്വന്തമായിട്ട് പള്ളികൾ വെച്ചു, മിഷൻ പള്ളികളൊക്കെ വെച്ചു. അങ്ങനെ 17 എണ്ണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ സീറോ മലബാർ അവിടെ മെത്രാനെയൊക്കെ ഇവിടെ രൂപതയൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി അവർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാശ് മുടക്കി പണിത ഞങ്ങളുടെ പള്ളിയില്ല, അവരുടേതായി. അത് കഴിഞ്ഞപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വന്നു, അവിടെ ഈ അഭ്യാസം തന്നെ ഇറക്കുന്നു. അവിടെ ഞങ്ങളുടെ സംഘടനക്കാർ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ സംഘടന UKKC എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ പറഞ്ഞിട്ടൊന്നും തമ്മിൽ ചേർത്തെന്ന് പറഞ്ഞു. അവരവിടുത്തെ പള്ളി ചേരുന്നുമില്ല. അങ്ങനെയാണ് അവിടെ ദേശത്തെ പ്രശ്നങ്ങളെല്ലാം അപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇത് മെത്രാൻ ചോദിച്ചു മേടിക്കേണ്ട കാര്യം ചോദിച്ചു മേടിക്കാതെ, അല്ലെങ്കിൽ കയ്യിലുള്ള അധികാരം അതുണ്ടെന്നുള്ളത് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് പിടിച്ചു മേടിക്കാൻ തയ്യാറാകാതെ മിണ്ടാതെ മൂലയ്ക്ക് മാറി ഇരുന്നുകൊണ്ട് താന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ലേന്നും പറഞ്ഞിരിക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞങ്ങളുടെ പോലെ എന്നാൽ ഇപ്പോഴും വിദേശത്ത് നിന്നിട്ട് അങ്ങനെ പ്രസംഗിക്കുന്നതെന്നാണെന്നറിയോ, നാനായ പള്ളി എന്നാണ് പള്ളിക്കെല്ലാം പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് കോട്ടയത്ത് മെത്രാൻ അധികാരം ഇല്ലെന്ന് ഇങ്ങനെ തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അവിടെ പോയി അവിടുത്തെ കുദാശയൊക്കെ നടക്കുമ്പോൾ പുറകെ പോയി നിന്ന് കുന്തിരിക്ക മാട്ടാനൊക്കെ ആയിട്ട് പുറകെ നിൽക്കുന്നുമുണ്ട്. അല്ലാതെ പുള്ളിക്ക് അവരുടേതായ യാതൊരു അധികാരവും അവർ കൊടുക്കുന്നുമില്ല.
ചുരുക്കം പറഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിന്റെ അസ്തിത്വം നിലനിർത്താൻ സ്വന്തം ബിഷപ്പിനെതിരെ നിങ്ങൾ പോരാട്ടം നടത്താൻ യെസ്, അതാണ് അതിന്റെ ശരി. ഞങ്ങളിപ്പോ നാട്ടിലായി ഞങ്ങളെ വളർത്താനും ഞങ്ങളെ നയിക്കാനും വേണ്ടി സമുദായത്തിന്റെ പേര് പറഞ്ഞ് മെത്രാനായ വ്യക്തി ഇപ്പൊ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് അങ്ങേക്ക് മാത്രമേ അറിയാവുള്ളൂ. കാരണം ഇപ്പൊ ഞങ്ങൾ തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത്രയും നാളെ ഞങ്ങൾ അകത്തളങ്ങളാണ്, ഞങ്ങൾക്ക് നാണക്കേടുണ്ടല്ലോ. ഞങ്ങളുടെ മെത്രാനെതിരെ സമരം ചെയ്യുന്നു, ഒരു വീട്ടിൽ കിടന്നാണ്ട് മക്കൾ അപ്പനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ഫീലിംഗ് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളെ ഇതിൽ തന്നെ മാറി നിന്നത്. ഇപ്പൊ ഞങ്ങളുടെ ജനം തന്നെ ഇളകി നിൽക്കുകയാണ്. അതാണ് അതിനകത്തെ വസ്തുത. സംരക്ഷണ സമിതിയിൽ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ജ്ഞാന സമുദായത്തെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഇതിനകത്ത് അംഗങ്ങളാണ്. അല്ല, അതൊരു മെമ്പർഷിപ്പ് വിതരണങ്ങളില്ല. കാരണം ഞങ്ങളൊരു മുന്നേറ്റമാണ് നടത്തുന്നത്. ഒരു മുന്നേറ്റം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മെമ്പർഷിപ്പ് സംഘടനയായിട്ട് ഏട്ടാ, ഇവിടെ ആളുടെ ഒന്നും നോക്കിയൊന്നുമല്ല സമുദായ സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമുദായം നിലനിൽക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ സഭ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് പത്രക്കാർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സഭയുടെ നേതാക്കന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എന്ത് ചലനങ്ങളുണ്ടാകും, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ചലനങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 13-ാം തീയതി നടത്താനുള്ള കേസ് ഹൈക്കോടതി ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. സുഖമില്ലാതെ 6 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ അതിരൂപതയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു കള്ളക്കേസ് കൊടുത്തിട്ടാണ് റാലി നിരോധിച്ചത്. ഒരു കാരണവശാലും ജനാധിപത്യ രീതിയിൽ അങ്ങനെ നിരോധിക്കാനുള്ള യാതൊരു നിയമവശങ്ങളും ഇല്ലാതിരിക്കെ തന്നെ പോലീസിന്റെ സ്വാധീനം കൊണ്ട് ബലം പ്രയോഗിച്ചാണ് ഇത് നിർത്തലാക്കിയത്. അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ജനാധിപത്യം ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം നിഷേധിച്ചത്. അതുകൊണ്ട് ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ജ്ഞാനായ സമുദായം നിലനിന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയും ഒരു സംഘടനയാണ്. ഇവിടെ ഒരു അംഗത്വം അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പ് തന്നെയാണ്. എങ്ങനെ സാധിക്കും വിശ്വസിച്ചാൽ ഇതിവിടെ വേറൊരു സംഗതിയുണ്ട്. നമ്മുടെ ഇതൊരു സഭയാണ്, ഒരു വിശ്വാസ കൂട്ടായ്മയാണ്, മെത്രാനാണ്, അച്ഛനാണ്. എന്നാലും ഈ ഒരു സ്ട്രക്ചർ കിടന്ന കാലത്തോളം സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രതിഷേധം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ ഞങ്ങൾക്കറിയാം. ഇവരെല്ലാം നമ്മൾ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. പക്ഷെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും പ്രത്യക്ഷമായിട്ട് പലരും വരാൻ തയ്യാറാകത്തില്ല. അത് വളരെ ഒരു വസ്തുത തന്നെയാണ്. ഒരു മെത്രാനെതിരെ സമരം ചെയ്യാനായിട്ട് സാധാരണ വിശ്വാസികൾക്ക് പറ്റത്തില്ല. കാരണം ഇനി അടുത്ത തലമുറ വരുമ്പോൾ അതൊക്കെ സാധിക്കും. നിങ്ങൾക്കറിയാലോ, നമ്മൾ സാധാരണ ആൾക്കാർ എല്ലാവരും മെത്രാനും മറ്റ് രൂപതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈദികരെയും മെത്രാനും എല്ലാവരെയും സ്നേഹത്തോടെ വിശ്വസിച്ചും ഒരുമിച്ച് പോകുന്ന ഒരു സമൂഹമാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാന്ന്, എല്ലാവരെയും ഒരുമിച്ച് ഒരു റാലിയായിട്ട് മഹാപ്രതിഷേധമായിട്ട് കൊണ്ടുവരാന്ന് പറയുന്ന അസാധ്യമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നൂറ്റാണ്ടുകളായി ജൈവപരമായി മാനസികമായ ഒരു അടിമത്തത്തിലാണ് വിശ്വാസികൾ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദൈവം, മതം, മെത്രാൻ, വൈദികർ, കന്യാസ്ത്രീകൾക്കെല്ലാം ഉൾപ്പെട്ട ഒരു സമൂഹത്തിൽ സാധാരണ ജനം, ഈ അടിമവിശ്വാസികളുടെ സമൂഹം പ്രതികരിക്കുക വളരെ പ്രയാസമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാത്ത അടിമവിശ്വാസികളുടെ ഒരു സംഘമാണ് ഞങ്ങൾക്കുള്ളത്. അതിപ്പം ഞങ്ങളാരും അവരെ മന്ത്രിമാര് പറഞ്ഞൊന്നും ശരിയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ. അത് അവര് പറയുന്നത് പറഞ്ഞോട്ടെ, നമുക്ക് അതിനകത്തൊന്നും ഇപ്പൊ കൈകെട്ടി സംസാരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞതിനോട് കൂടിയാത്തൊരു കാര്യമില്ല. പറഞ്ഞതിനോടെല്ലാം നമുക്ക് യോജിപ്പാണ്. എങ്കിൽ പോലും നമ്മൾ ഈ ജ്ഞാനായ സമുദായത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ പറയുമ്പോൾ അതിനകത്ത് ഒരു സഭാവിരോധം വരുന്ന പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ കുട്ടികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു കുട്ടി പേഴ്സണലായിട്ട് ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. വർഷാവർഷം നമ്മളുടെ വീടുകൾ വെഞ്ചരിക്കാൻ പുരോഗതി വരുള്ളൂ. അപ്പൊ അറിവില്ലാത്ത ഒരു 8ാം ക്ലാസ്സുകാരൻ ചോദിച്ചതാണ്, ഇതിന് എക്സ്പയറി ഉണ്ടോ? അപ്പൊ നമ്മളതിന് മറുപടി പറയാൻ പറ്റില്ല.
അത്തരം ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പുരോഹിതരെ വല്ലാതെ വിശ്വസിക്കുകയും അവർ പറയുന്ന വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമില്ല. നമ്മൾ അവരെ അങ്ങനെ എതിർക്കാൻ പറ്റുമോ? അത് അവരുടെയും ഒരു അസുഖത്തിന്റെ ഭാഗമല്ലേ അത്? അല്ല, തീർച്ചയായും ഞങ്ങളിപ്പോ വിദേശത്തെക്കാര് സാറ് പറഞ്ഞ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അതിലേക്കാണ് നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ സാറുകൾ ചേർന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ നിലപാട്, ഭാരതത്തിലെ രീതികൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നിലപാട് കാണാൻ സാധിക്കും. ചേട്ടാ, നീ പറഞ്ഞ കാര്യം അത് വിശ്വാസവും ആയിട്ടുള്ളൊരു തർക്കമല്ലേ പറയുന്നത്. ഒരു കുട്ടിയോട് ഇതിൻ്റെ അകത്ത് എക്സ്പയറി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് എല്ലാ സ്ഥാനത്തിലും എക്സ്പയറി പേര് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആരാമത്തെ എക്സ്പയറി ഉണ്ടെന്നില്ല. പക്ഷെ നമ്മൾ ആ പിള്ളേരോട് മറുപടി പറയാൻ വേണ്ടി അത്രമാത്രം വളർന്നിരിക്കുന്നു. സഭയ്ക്ക് അത്രമാത്രം വളരാൻ പറ്റുന്നില്ല. സഭ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും ആ ഒരു താത്വികമായിട്ടുള്ള അവലംബനത്തിൽ തന്നെ നിൽക്കുക. അതുകൊണ്ടാണല്ലോ മെത്രാന്മാർക്കെതിരെയൊക്കെ കോടികളുടെ ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ചോദ്യം കേട്ടതേ 3 പേരാണ്. അപ്പൊ 3 പേർക്ക് ഞാൻ ഉൾപ്പെടെയാണ്. ആ 3 പേർക്കും മറുപടി ഉണ്ടായില്ല. 8ാം ക്ലാസ് ചോദ്യം അങ്ങനെ തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ, എല്ലാവരും വിശ്വാസം തന്നെയാണ്. സഭയിൽ തന്നെ വിശ്വാസമാണ്. ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ നിരീശ്വരവാദിയാണെങ്കിൽ അവന്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അവിടെ. പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസത്തെ എതിർക്കലല്ല, ആ വിശ്വാസം ഞങ്ങളുടെ പ്രശ്നം വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നില്ല, സമുദായം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം. ഞങ്ങൾ പറഞ്ഞില്ലേ, കാനായ സമുദായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമുദായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഭയെന്നോ വിശ്വാസം വേറെ ഒന്നും പറയുന്നില്ല. നാനായ സമുദായം തന്നെ പല വിശ്വാസത്തിലുള്ളവർ കാണും. ഇപ്പോൾ തന്നെ നിലവിൽ സുറിയാനിയിലുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഫ്യൂച്ചറിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സമുദായം തന്നെ. അത്രയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ സമുദായ സംരക്ഷണത്തെ ചിന്തിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ സാർ അത്രയും പറഞ്ഞത് അവിടുന്ന് ചോദിച്ചല്ലോ, അതായത് ആ എത്ര പേരുണ്ട്, എത്ര കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽസിറ്റ് സാർ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്രയുള്ള കാര്യങ്ങൾ. ഇതാണ് ഞങ്ങളുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്ക് അന്ന് മാർക്കിപ്പിതാവ് നേടിത്തന്ന കോട്ടയം രൂപത എന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് സ്ഥാപിച്ചെന്നാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പിതാവിൻ്റെ അടുത്ത് മത്സരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കിടക്കുന്നത്. ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൺവെൻഷൻ നടത്തുന്നുണ്ട്. കൺവെൻഷൻ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും ജനങ്ങൾ അറിയാത്തവരും കൂടെ ഒന്ന് അറിയണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് 70-68 മുകളിൽ പല രാജ്യങ്ങളിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തുപോലെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതും നിങ്ങളുമായിട്ട് തന്നെ പങ്കുവെച്ചതും. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കേട്ടോ, ആ സാന്നിധ്യം ഉണ്ടാകണം. അന്നത്തെ പരിപാടിക്കും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൂടെ നിർത്തുകയാണ്. ഓക്കെ.